ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു പ്രതീക്ഷയാണ്. മലയാള സിനിമാ മേഖലയിൽ ഒരു ശുദ്ധികലശം ഉണ്ടാകും. എന്നാൽ ആദ്യത്തെ ആവേശം കെട്ടടക്കുമ്പോൾ ഈയാമ്പാറ്റകളെ പോലെ ഈ ആരോപണങ്ങൾ ഒടുങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് ഈ ആവേശ കമ്മിറ്റിക്കാരൊന്നും ഉണ്ടാവില്ല. ആരോപണം ഉന്നയിച്ച വ്യക്തി ജീവിതകാലം മുഴുവൻ അതിൻ്റെ തിക്താനുഭവങ്ങൾ പേറേണ്ടി വരും. വെളിപ്പെടുത്തലുമായി കൂടുതൽ നടിമാരെത്തിയിരിക്കുന്നു. മുതിർന്ന നടനും നിർമ്മാതാവുമായ മണിയമ്പിള്ള രാജുവിന് നേരെയും ആരോപണം. അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കുന്നതിന് ഒത്തുതീർപ്പിന് വഴങ്ങണമെന്ന് നടൻ ആവശ്യപ്പെട്ടതായി വെളിപ്പെടുത്തിയിരിക്കുന്നത് നടി മിനു മുനീറാണ്. നടന്മാരായ ജയസൂര്യ, ഇടവേള ബാബു, മുകേഷ്, മണിയമ്പിള്ള രാജു എന്നിവർ മോശമായി പെരുമാറിയെന്ന് നടി ആരോപിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നടന്മാരിൽ നിന്ന് നേരിട്ട മോശമായ പെരുമാറ്റത്തെക്കുറിച്ചാണ് മിനു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. സിനിമയിലെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്താൻ കൂടുതൽ പേർ മുന്നോട്ട് വരണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് എല്ലാം തുറന്നു പറയുന്നതെന്നും നടി പറഞ്ഞു. ആദ്യത്തെ ദുരനുഭവം 2008 ഉണ്ടായതെന്ന് മിനു പറഞ്ഞു. ജയസൂര്യയുടെ ഭാഗത്തു നിന്നാണ് മോശമായ പെരുമാറ്റം ഉണ്ടായത്. സെക്രട്ടേറിയറ്റിലായിരുന്നു ഷൂട്ടിംഗ്. ഗസ്റ്റ് റൂമിൽ പോയിട്ട് വന്നപ്പോൾ ജയസൂര്യ പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഫ്ലാറ്റിലേക്ക് വരാൻ ക്ഷണിച്ചു. പിന്നീട് ശല്യമുണ്ടായില്ല. ആരോടെങ്കിലും ഇക്കാര്യം പറയാൻ പേടിയായിരുന്നെന്ന് നടി പറഞ്ഞു. 2013 ആയപ്പോഴേക്കും 6 സിനിമകളിൽ അഭിനയിച്ചു. 3 സിനിമയിൽ അഭിനയിച്ചാൽ അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കും. ഇടവേള ബാബുവിനെ ഫോണിൽ വിളിച്ചപ്പോൾ ഫോം പൂരിപ്പിക്കാൻ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു. ഫോം പൂരിപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇടവേള ബാബു കഴുത്തിൽ ചുംബിച്ചു. പെട്ടെന്ന് ഫ്ലാറ്റിൽ നിന്നിറങ്ങി. അമ്മയിൽ അംഗത്വം കിട്ടിയില്ല. പിന്നീട് നടൻ മുകേഷ് ഫോണിൽ വിളിച്ച് മോശമായി സംസാരിച്ചു. നേരിട്ട് കണ്ടപ്പോഴും മുകേഷ് മോശമായി സംസാരിച്ചു. വില്ലയിലേക്ക് വരാൻ ക്ഷണിച്ചു. മുകേഷിനോട് പിന്നീട് സംസാരിച്ചിട്ടില്ല. മണിയമ്പിള്ള രാജുവും മോശമായി പെരുമാറി. ഒരുമിച്ച് വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ മോശമായി സംസാരിച്ചു. മുറിയുടെ വാതിലിൽ മുട്ടി. പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു എന്നിവരും മോശമായി പെരുമാറി. പിന്നീട് അമ്മയിൽ നിന്ന് ഒരാൾ വിളിച്ച് ഇപ്പോൾ അംഗത്വം തരാൻ കഴിയില്ലെന്ന് അറിയിച്ചു. ഇതിന് ശേഷമാണ് എല്ലാം അടുത്ത് ചെന്നൈയിലേക്ക് പോയതെന്നും നടി വെളിപ്പെടുത്തി. സിനിമാ ഷൂട്ടിങ്ങിനിടെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നടി ഗീതാ വിജയൻ വെളിപ്പെടുത്തി. പ്രതികരിച്ചതിൻ്റെ പേരിൽ സിനിമയിലെ അവസരം നഷ്ടമായെന്ന് അവർ പറഞ്ഞു. സംവിധായകൻ തുളസിദാസാണ് മോശമായി പെരുമാറിയതെന്ന് ഗീത പറഞ്ഞു. 1991 ചാഞ്ചാട്ടം എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് മോശം അനുഭവം ഉണ്ടായത്. മുറിയിൽ തട്ടി, റൂമിലെ ഫോണിൽ വിളിച്ചു. ശാരീരിക ഉപദ്രവം ഉണ്ടായിട്ടില്ലെന്നും അവർ പ്രതികരിച്ചു. അന്വേഷണ സംഘം സമീപിച്ചാൽ ഇക്കാര്യങ്ങളെല്ലാം പറയുമെന്നും ഗീത പറഞ്ഞു. സിനിമയിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള അവസരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ വന്നിരിക്കുന്നതെന്നും പ്രതികരിച്ചതിൻ്റെ പേരിൽ സിനിമയിലെ അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്നും നടി പറഞ്ഞു. 1991 സിനിമയിൽ പുതിയ ആളായി എത്തിയപ്പോൾ മോശമായ അനുഭവം ഉണ്ടായി. അപ്പോൾ തന്നെ പ്രതികരിച്ചു. നോ പറയേണ്ട സ്ഥലത്ത് നോ പറഞ്ഞു. അതിനാൽ പലരുടെ കണ്ണിലും കരടായി. പ്രതികരിച്ചതിൻ്റെ പേരിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. പ്രതിരോധിച്ചാൽ അവസരം കിട്ടില്ല. സിനിമ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, ഗീത മാധ്യമങ്ങളോട് പറഞ്ഞു. സെറ്റിലെ ദുരനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ സഹപ്രവർത്തകരിൽ നിന്ന് മാനസിക പിന്തുണ ലഭിച്ചു. ചിലർ സെറ്റുകളിൽ സംരക്ഷകരായി നിന്നു. അതിനാൽ വലിയ ഉപദ്രവം ഉണ്ടായില്ല. നല്ലവരായ നിരവധി ആളുകളും സിനിമയിലുണ്ട്. എന്നാൽ സിനിമാ മേഖലയിൽ വിവേചനം ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ അഭിനേതാക്കൾക്ക് തുല്യ പരിഗണന ഉണ്ടാകുമെന്ന് പറയാറുണ്ടെങ്കിലും ഉണ്ടായിട്ടില്ല. ഇത് മാറ്റങ്ങൾക്കുള്ള അവസരമാണ്. പരാതി കൊടുത്താൽ ആരോപണ വിധേയർക്ക് പിന്നെയും നിരവധി സിനിമകൾ ലഭിക്കും. പരാതിക്കാരിയെ സിനിമയിൽ നിന്ന് ഒഴിവാക്കും. ഇതാണ് മാറേണ്ടതെന്നും ഗീത പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി നടിമാരാണ് ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി എത്തുന്നത്.